എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാറ്, രക്ഷിക്കണം. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. അനുവിനെങ്ങനെണ്ടാ? കുറവുണ്ട്. ഈ ഡെങ്കിപ്പനി അത്ര വലിയ അസുഖമാണ്? പിന്നെ അന്ന് സ്കൂളിൽ നോട്ടീസ് വെച്ചെന്ന് കേട്ടില്ലേ? കൊതുക് പരത്തുന്ന രോഗമാ. ഈഡിസ് എന്നാ ആ കൊതുകിന്റെ പേര്. ഒരു ഇത്തിരി കുഞ്ഞൻ കൊതുകോ? അതേടാ. നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അതൊക്കെ അറിയണമെങ്കിൽ വല്ലപ്പോഴും സ്കൂളിൽ വരണം. നിന്റെ അച്ഛന് ടാപ്പിംഗ് അല്ലേ ജോലി? അപ്പൊ പിന്നെ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ചട്ടകളൊക്കെ നിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ ആകും കിടക്കുന്നത്. ആ ചട്ടയുള്ള വെള്ളത്തിലൊക്കെ കൊതുക് മുട്ടയിടും. ആ കൊതുക് വന്ന് കടിച്ചാ പിന്നെ പറയണോ? എന്റെ അച്ഛന് കൊതുകുളത്തിലല്ലേ പണി. കൊതുക് പരത്തുന്ന വേറെ ഒത്തിരി രോഗങ്ങളുണ്ടല്ലോ. അതെ, കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ ഏറ്റവും മാരകമാണ് ഡെങ്കിപ്പനി. സൂക്ഷിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. മോനെന്തെങ്കിലും കഴിച്ചോ? കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട്, അമ്മ എടുക്കട്ടെ? എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു. രാത്രിയിൽ ഉണരുമ്പോഴൊക്കെ വാവ മോനെ അന്വേഷിക്കുമായിരുന്നു. മോനുണ്ടാക്കുന്ന പാവേ വേണമെന്ന് പറഞ്ഞ് സിസ്റ്റർമാരാ പറഞ്ഞത്. അത് വാവിക്കുള്ളല്ലേ അമ്മേ? ഇനി മോൻ വീട്ടിലേക്ക് പോയിക്കോ, നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. ഇപ്പൊ വാവയ്ക്ക് നല്ല മാറ്റമുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തും. സൂക്ഷിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും.
ഒന്നും പറയാറായിട്ടില്ല. സമാധാനമായിരിക്കൂ. കരയണ്ട, സമാധാനിക്കും. ചേച്ചി അറിഞ്ഞോ, ചന്തു ഒരു നല്ല പാവ ഉണ്ടാക്കുന്നു അനുമോക്ക് കൊടുക്കാന്. ഡാ, നീ എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? അനുമോളില്ലാത്തോണ്ടാണോ? വിഷമിക്കാതെടാ, 2 ദിവസം കഴിഞ്ഞ് അവളിങ്ങി വരുമെന്നല്ലേ പറഞ്ഞ. എന്റെ അച്ഛന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. എന്റെ അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുക. എന്റെ പാവയുടെ സൂക്കേടും. നീ വിഷമിക്കണ്ട, ആശുപത്രിയില് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ. തന്നെയല്ല, പെട്ടെന്നിങ്ങ് വരത്തില്ലേ? കുഞ്ഞിന് ഡെങ്കിപ്പനിയാണെന്നും രക്തം മാറ്റി വെക്കണമെന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞത്. ഇച്ചിരി കാശ് ചെലവുള്ളതാ. നിങ്ങളുടെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? അതെങ്ങനാ? നിങ്ങളുടെ ഈ കാണില്ല. ഉള്ളത് മുഴുവൻ ചീട്ട് കളിക്കാനും കുടിക്കാനും ഒക്കെ കളഞ്ഞില്ലേ? ഇതിന് എത്ര കിട്ടുമെന്നറിയില്ല. വിൽക്കോ, പണയം വെക്കോ, എന്താന്ന് വെച്ചാ ചെയ്യ. ദൈവമേ, രക്ഷിക്കണേ. ഒരുപാട് കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മുടെ സമൂഹം. പലതരത്തിലുള്ള വിപത്തുകളാണ് നമുക്ക് പുറകെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സംഭവിക്കുന്ന ശ്രദ്ധക്കുറവും ശുചിത്വമില്ലായ്മയും മൂലമുണ്ടാകുന്ന മാരക വിപത്തുകൾ ഒഴിവാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളെ അതിന്റെ ഗൗരവത്തിലെടുക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി 2 വാക്ക് സംസാരിക്കുവാൻ നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില മുറിവുകൾ നെഞ്ചു പിളർത്തുന്ന നൊമ്പരപ്പെടുത്തലായി മാറിത്തീരാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞു കൂട്ടുകാരി അനുമോളുടെ ആരോഗ്യസ്ഥിതി നമ്മളെയൊക്കെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ കഴിയും. നമ്മൾ പഠിച്ചിട്ടില്ലേ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുക എന്നുള്ള സന്ദേശം. അത് നമ്മൾ മുറുകെ പിടിക്കണം, കർമ്മപദത്തിലെത്തിക്കണം. ആരോഗ്യവകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും ഒക്കെ പല രോഗപ്രതിരോധ പദ്ധതികളും നമ്മൾ ഗവനിക്കാതെ പോകുന്നത് വഴി ഇത്തരം പല വിപത്തുകളുടെയും ആക്കം കൂട്ടുവാൻ മാത്രമേ കഴിയൂന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. വീടുകൾ, ഓഫീസുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കണമെന്ന് പറയുന്നത് എത്ര പേർ പ്രാവർത്തികമാക്കുന്നു? അല്ലെങ്കിൽ എത്ര പേർ ചെയ്യാൻ ശ്രമിക്കുന്നു? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. സഹപാഠികളോടും കഷ്ടത അനുഭവിക്കുന്നവരോടുമുള്ള സ്നേഹം, ദയ, സഹായ മനസ്ഥിതി എന്നിവ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിൻ്റെയും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും നമ്മുടെ സ്കൂളിലെ കരുണ ക്ലബ്ബ് സംഘടിപ്പിച്ച സഹപാഠിക്കൊരു സഹായഹസ്തം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ PTAയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ചതും ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾ വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി അനുമോളുടെ ചികിത്സയ്ക്കായി ശേഖരിച്ച കുറച്ച് പണം അനുമോളുടെ അച്ഛന് കൈമാറുന്നതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമയത്ത് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഈ കുഞ്ഞുങ്ങൾ ചെയ്തു. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്.
വേണ്ടി വന്നില്ല. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഒത്തുകിട്ടി. സ്കൂളിലെ സാറന്മാരും കുട്ടികളും ചേർന്ന് കുറച്ച് കാശ് പിരിച്ചു തന്നു. ഏയ്, എന്തിനാ ചിരിക്കണേ? അസുഖമെല്ലാം മാറി വാവ ഇങ്ങ് വരത്തില്ലേ? എന്റെ മോള് കർത്താവ് കാത്തു.
അനു ഒന്ന് വേഗാട്ടെ, സമയം പോന്നു. ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിനെ എവിടെ എത്താൻ നോക്കുകയല്ല. അമ്മേ, നമ്മൾ എവിടൊക്കെയാ പോന്നേ? നമ്മൾ ആദ്യം മോടെ ചെക്കപ്പിന് പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആറ്റുകാല് പോകുന്നു, ശംഖുമുഖത്ത് പോകുന്നു. അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ അടിച്ചു പൊളിക്കും. നിന്റെ അച്ഛൻ ആദ്യം അതെ, മനുഷ്യനായ മാറ്റം ആവശ്യം. മോളെവിടെ? വരാൻ പറ. എന്റെ മോള് എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? എന്റെ പാവക്കുട്ടി ഇല്ലാതെ ഞാൻ എങ്ങും വരില്ല. ആ പാവക്കുട്ടി പോയെങ്കിൽ പോട്ടെ, അച്ഛൻ അതിലും നല്ല പാവക്കുട്ടി എന്റെ മൂക്ക് മേടിച്ചു തരാം കേട്ടോ. എനിക്ക് വാവേ, വാവയുടെ പാവക്കുട്ടിയില്ലാതെ നമ്മൾ എങ്ങും പോകുന്നില്ല. നീ എന്റെ മോളെ പറ്റിച്ചില്ലയോടാ. വാ, നമുക്ക് പോവാം. ഓരോരോ കാര്യങ്ങൾ